നമുക്കിന്ന് വാട്ടക്കപ്പ എന്ന് വേവിക്കാം. ഇത് നേരത്തെ വാട്ടക്കപ്പ ഇത് കേട്ടിട്ടുണ്ടോ? കപ്പ അരിഞ്ഞ് വാട്ടി ഉണങ്ങി വെക്കും. എന്നിട്ട് ആ കപ്പ കുതിർത്തിട്ട് എടുത്ത് കഴുകി ഇതുപോലെ കുറേ 5-6 വെള്ളത്തിൽ കഴുകി. ഇത് ഇത്തിരി ഒരു വർഷം പഴകിയതായതുകൊണ്ട് ഞാൻ ഇത്തിരി പ്രാവശ്യം കഴുകി. എന്നിട്ട് കഴുകിയിട്ടത് വലുതൊക്കെ ഒന്ന് കഷണങ്ങളാക്കിയിട്ട്, നമുക്ക് കപ്പ വാട്ടാൻ അറിയത്തില്ലായിരുന്നു കേട്ടോ. നമ്മൾ കപ്പ കുഞ്ഞായിട്ട് അരിഞ്ഞ് അടുപ്പത്ത് വെച്ചൊന്ന് വേവിച്ച് കൊടുത്തു. കപ്പ അതുകൊണ്ട് ഇങ്ങ് വെന്ത് പോയി. നമ്മുടെ കപ്പ വാട്ടി വന്നപ്പോഴത്തേക്ക് വെന്തങ്ങ് അലന്ന്. പിന്നെ അത് ഉണങ്ങിയെടുത്തപ്പോൾ ഈ പരിവായി. ഇനി അതൊന്നും ഇത്രയും വേവിക്കത്തില്ല, നമുക്കറിയത്തില്ല, നമ്മൾ ആദ്യമായിട്ട് കിട്ടുക. തലേന്ന് വെള്ളത്തിൽ ഇട്ടിട്ട് കുതിർത്ത് അങ്ങനെയാണ് ഇത്. നമുക്ക് ഒത്തിരി തലേന്നൊക്കെ ഇട്ടാൽ നമ്മുടെ അങ്ങ് അലന്ന് പോകും. ഞാൻ രാവിലെ ഇട്ടത് ഇത്ര നാൾ വെള്ളത്തിൽ ഇട്ട് തിളപ്പിച്ച് ഊറ്റിയെടുത്തിട്ട് ഉണങ്ങും. വെയിലത്തിട്ട് നല്ലപോലെ ഉണങ്ങി കവറിലിട്ടോ ടിന്നിലിട്ടോ വെക്കും. ഒരു വർഷമൊക്കെ ഇരുന്നാലും ഒരു കുഴപ്പമില്ല. നമ്മുടെ ഇതിപ്പോൾ ഒരു വർഷമൊക്കെ കഴിഞ്ഞത്. അടുപ്പ് വെപ്പിച്ച് അടുപ്പത്തിട്ട് എന്നിട്ടത് വേവുന്നവരെ അത് പെട്ടെന്ന് വേവുമായിരിക്കും നമ്മുടെ കപ്പയിൽ. പിന്നെ ഇത്തിരി നേരം അടച്ചു വെക്കാം. അടച്ചു വെക്കുമ്പോൾ തിളച്ച് ചിലപ്പോൾ ചാടും. ഇതിന് അരപ്പ് എടുക്കാൻ പോവാണ്. കുരുമുളക് വാട്ടക്കപ്പയ്ക്ക് നമ്മൾ ചേർക്കുന്നത്. എല്ലാവരും എന്താണെന്നൊന്നും എനിക്കറിയില്ല. നമ്മുടെ നാട്ടിൽ കുരുമുളക്, എൻ്റെ അമ്മയൊക്കെ ചേർക്കുന്നത് ഇങ്ങനെയായിരുന്നു. കുറച്ച് കുരുമുളക്, 1 സ്പൂൺ കുരുമുളക്, കുറച്ച് വെളുത്തുള്ളി, ഇത്തിരി ജീരകം. പിന്നെ ഇതിൻ്റെ കൂടെ ഞാനൊരു 5-6 കാന്താരി കൂടെ ചേർക്കുന്നത്. അപ്പോൾ ഞാനൊരു 5-6 കാന്താരി ഇതിനകത്തിട്ട് ഇതൊന്ന് ചതച്ച് മാറ്റി വെക്കാം. തേങ്ങയോടെ ഒന്ന് ചതച്ചെടുക്കാം. ചതച്ചാൽ മതി, വെറുതെ ഒന്ന് ചതച്ചാൽ ഒറ്റക്കറക്കം. ഇത് തേങ്ങയും കറിവേപ്പിലയും കൂടെ ചതച്ചെടുക്കാം. ഇത് നമ്മൾ ഉണക്കി പൊടിച്ച മഞ്ഞൾപ്പൊടി, അതുകൊണ്ട് ചിലപ്പോൾ കടയിലെ കളറിൻ്റെ അത്രയും കളറില്ലായിരിക്കും. നമുക്ക് തുറന്ന് വെക്കാം. ഇത് ഇത്രയും എൻ്റെ അടുപ്പ് മൊത്തം ചാടും. ഇളക്കി നോക്കട്ടെ. ഉപ്പൊന്ന് ചേർക്കാം. അപ്പോൾ കപ്പയെല്ലാം പിടിച്ചു. ഒന്നും കൂടെ വെള്ളത്തിലായതുകൊണ്ട് ഇത്രയില്ല. പിന്നെ നമുക്ക് വേണമെങ്കിൽ ചേർക്കാം. വേഗം കൊണ്ടുപോയി പുറത്തുകൊണ്ടുപോയി ഊറ്റിയിട്ട് വരാം. വെള്ളമൊക്കെ ഊറ്റിയിട്ട് വരാം. ഇത് വെന്തു. നമുക്കിത് ഊറ്റി അത് പിന്നെ അരപ്പ് പിന്നെ വെള്ളത്തിലാണ് ഇടുന്നത്. മണ്ട നമുക്ക് അരപ്പ് അങ്ങോട്ടിടാം. ഇതിൻ്റെ കൂടെ 2 കറിവേപ്പിലയൂടെ അങ്ങോട്ട് നടത്തിയിടാം. ഇപ്പം പോയിട്ട് കറിവേപ്പില കിട്ടിയില്ല. അങ്ങനെ കറിവേപ്പില എടുക്കാൻ അറിയത്തില്ല. 2 കറിവേപ്പില അങ്ങനെ വീടിയില്ല. ഇനി അതിനകത്തോട്ട് പയർ നേരത്തെ വേവിച്ച് വെച്ച പയറൂടിട്ട് വാട്ടച്ചീനിക്കകത്ത് പയറിടുന്ന നല്ലതാണ്. ഇതെല്ലാം കൂടെ നല്ലപോലെ ഇളക്കി കുഴച്ചെടുക്കുക. എന്നിട്ട് നമുക്ക് മത്തിക്കറിയും കൂട്ടി കഴിക്കാം. പണ്ടുള്ളവർ പറയും വാട്ടച്ചീനിയും തോട്ടുമീനും. നമുക്ക് തോട്ടുമീൻ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് മത്തിക്കറി കൂട്ടി കഴിക്കാം. നീ കഴിക്കുമോ? ഇത് നല്ല ടേസ്റ്റാണ്. ഇച്ചിരി മത്തിക്കറിയൊക്കെ കൂട്ടി കഴിക്കാമെങ്കിൽ ഉണ്ടല്ലോ അടിപൊളിയാണ്. പച്ചച്ചീനി കഴിക്കുന്ന ടേസ്റ്റല്ല വാട്ടച്ചീനി. ഇതെല്ലാ അസുഖക്കാർക്കും കഴിക്കാമെന്നാണ് പറയുന്നത്. എല്ലാ ഡോക്ടർ ഞാനെന്ന ഡോക്ടർ കൃഷ്ണകുമാരി ഡോക്ടർ. ഇതോ ഡോലയുടെ മടൽ വെട്ടി ചെത്തിയൊരുക്കി പണ്ടുള്ളവരെ ഇത് വെച്ചാണ് ചക്കയും ചീനിയൊക്കെ ഇളക്കുന്നത്. നമുക്ക് അപ്പൂപ്പം വെട്ടി തന്നതാണ്. എനിക്ക് ഇതിന് തുടുപ്പെന്ന് പറയും. ഇവിടൊക്കെ എല്ലാവരും എന്തോ പറയുന്നത് കേട്ടിട്ടില്ല. നമ്മുടെ നാട്ടിൽ പറയുന്ന തുടുപ്പ്. ഞങ്ങളുടെ നാട് അടൂർ. ഇതാ നമ്മുടെ വാട്ടക്കപ്പ ഇവിടെ റെഡിയായി. വാട്ടച്ചീനിയും പയറും കൂടിട്ട് വേവിച്ചത്. അതിൻ്റെ കൂടെ ലേശം മത്തിക്കറി കൂടെ വെച്ച് ഇതാ
അങ്ങോട്ട് കഴിച്ച് നോക്കിയിട്ട് ഞങ്ങൾ അഭിപ്രായം കമൻറ്റിൽ പറയാം.